ആദ്യം തന്നെ സ്വീറ്റ് പൊട്ടറ്റോ കഴുകി അതിലെ മണ്ണൊക്കെ നല്ലതുപോലെ കളയുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിയുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടും. എന്നിട്ട് ആ പാത്രം മൂടി വേവിക്കാനായിട്ട് വെക്കുക. നല്ലപോലെ വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം നമുക്കതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഉരിച്ച് കളയാം. എന്നിട്ട് ആവശ്യത്തിന് കഷ്ണങ്ങളെടുത്ത് മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് 2 സ്പൂൺ ഓട്സ്, പിന്നെ ഈന്തപ്പഴം, നമുക്ക് കുറച്ചൊരു മധുരം കിട്ടാനായിട്ടാണ്. കുരു ഉള്ളതാണെങ്കിൽ കുരു കളഞ്ഞിട്ടിടണം. കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് അത് അരഞ്ഞു കിട്ടുകയും ചെയ്യും. പിന്നെ ഇതുപോലൊരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അരയാൻ ആവശ്യമായിട്ടുള്ള പശുവും പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. പാലൊഴിച്ച് നമുക്കിതേപോലൊരു പേസ്റ്റ് പരുവത്തിലാക്കാം. ഇനി ചെയ്യേണ്ടത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് നമ്മുടെ പാൻ കേക്ക് മിക്സ്ചർ അതിലേക്ക് ഒഴിക്കാം. ഒരുപാടൊന്നും പരത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കിയാൽ മതി. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ്. എന്നാൽ അത് വെറുതെ വേവിച്ച് കൊടുത്താൽ കുഞ്ഞു കുട്ടികൾ കഴിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കൊടുത്തു നോക്കിയാൽ നമ്മുടെ കുട്ടികൾക്കത് വളരെ നല്ലതാണ്. അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങളും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.